الحمد لله رب العالمين. الحمد لله الذي بنعمته تتم الصالحات. نحمده ونستعينه ونؤمن به ونتوكل عليه. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي أني فإني قريب نجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. صدق الله العلي العظيم. സഹോദരന്മാരെ, സഹോദരികളെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാന്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് പ്രത്യേകമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രീതി റിളവാനും മിനല്ലാഹി അക്ബർ, ശാശ്വതമായ പരലോക ജീവിതത്തിൽ ജന്നാത്തുൽ ഫിർദൗസ് അത് ലക്ഷ്യമാക്കി ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ തീരുമാനിച്ചിട്ടുള്ളവരാണ് നമ്മളൊക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളാണ്, ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമദാൻ അതിന്റെ 1/3 ഭാഗം പിന്നിടുകയാണ്. റമദാനിന്റെ എല്ലാ ദിനരാത്രങ്ങളും ശ്രേഷ്ഠകരമാണ്. എന്നാൽ അതിന്റെ ആദ്യ ഭാഗത്തേക്കാൾ ശ്രേഷ്ഠകരമാണ്, മഹത്തരമാണ് അതിന്റെ അവസാന ഭാഗം. ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മളതിനെ ഉപയോഗപ്പെടുത്തണം. ജീവിതത്തിൽ ഇനി ഒരവസരം ലഭിക്കുകയില്ല. ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും ഒടുവിലത്തെ ഒരു സന്ദർഭമാണ്, ഒരു റമദാനിന്റെ അവസരമാണ് എന്ന് നന്നായി ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും, നമ്മളിൽ ചിലരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ചിലരുടെ ഇണതുണകൾ, ചിലർക്ക് മക്കൾ, പേരമക്കൾ, അങ്ങനെ പലരും അല്ലാഹുവിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. പടച്ച തമ്പുരാൻ അവർക്കൊക്കെയും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവന്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവി നമ്മളെയും അവരെയും ഒരുമിച്ചു കൂട്ടുമാറാവട്ടെ. അടുത്ത റമദാനിൽ നമ്മളും ഉണ്ടാവുകയില്ല. ഇല്ലാതാവുന്നവരുടെ പട്ടികയിലാണ് എന്റെ പേരുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അങ്ങനെ ബാക്കിയുള്ള ദിനങ്ങളെ ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം. അല്ലാഹു ആതിഥേയനും നമ്മളൊക്കെ അല്ലാഹുവിന്റെ സൽക്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരും. അങ്ങനെയാണല്ലോ
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ പറ്റി പറഞ്ഞത് അല്ലാഹുവിന്റെ നുസൂലാണ്, അല്ലാഹുവിന്റെ സൽക്കാരമാണ്. ആ സൽക്കാരത്തിലെ വിഭവങ്ങൾ റബ്ബിന്റെ റഹ്മത്താണ്, മഅഫിറത്താണ്, ഇത്ഖും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള വിമോചനമാണ്, സ്വർഗപ്രവേശനമാണ്. അതിലൊക്കെ നമ്മൾ മത്സരിച്ചു മുന്നേറണം. ഒരു തീരുമാനം നമുക്കുണ്ടാകണം, എനിക്ക് സ്വർഗം നേടിയെടുത്തേ പറ്റൂ. അതിൽ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറില്ല, ഒരു വിട്ടുവീഴ്ചക്കും ഞാൻ ഒരുക്കമല്ല. അത് കിട്ടുക തന്നെ വേണം. ഇത് നമ്മുടെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഒരു തീരുമാനമാണ്. അപ്പൊ അതിനെന്തൊക്കെ വേണം, അവിടെയൊക്കെ നമ്മൾ മുന്നേറണം. അതിൽ എന്തൊക്കെ എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണം, അവിടെയൊക്കെ നമ്മൾ മാറ്റം വരുത്തണം. അതിലെന്തെല്ലാം പുതിയ കാര്യങ്ങൾ ഞാൻ ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരണം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കണം, അതെല്ലാം അല്ലാഹുവിന്റെ പ്രീതിയാക്കി ഒഴിവാക്കണം. ഈ നോമ്പിലെ നമ്മുടെ ഒരു പ്രതിജ്ഞയും തീരുമാനവുമായിരിക്കണം. കിട്ടിയെങ്കിൽ കിട്ടട്ടെ സ്വർഗം, അങ്ങനെ ആവരുത്. എനിക്കത് നേടുക തന്നെ വേണം. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്ക് ഞാൻ ഒരുക്കമല്ല എന്ന് നമ്മളോട് പറയണം. സ്വന്തത്തോട് നമ്മൾ പറയണം, നിന്നെ അതിനു ഞാൻ പാകപ്പെടുത്തുക തന്നെ ചെയ്യും. അങ്ങനെ പാകപ്പെടുത്താൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ ഇത് നല്ല അവസരമാണ്. എന്തൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും തൗബ ചെയ്തു മടങ്ങുക. തൗബ എന്ന് പറഞ്ഞാൽ തന്നെ മടക്കമാണ്. താബ യതൂബ് തൗബ എന്ന് പറഞ്ഞാൽ മടക്കം എന്നാണ്. വഴിതെറ്റിപ്പോയിരുന്നു, അവിടുന്ന് തിരിച്ചു വരും, യഥാർത്ഥ വഴിയിലേക്ക് മടങ്ങുകയാണ്. അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോയിരുന്നു, അങ്ങോട്ട് തന്നെ തിരിച്ചു വരികയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. മുഅ്മിനുകളെ, നിങ്ങൾ നസൂഹായ തൗബ ചെയ്യണം. പലതരം തൗബകളുണ്ട്, അല്ലാഹ് പറഞ്ഞു തരുകയാണ്. നസൂഹായ, നസൂഹ് എന്ന പദത്തിന് ഗൗരവപ്പെട്ട പല അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങളിൽ ഒക്കെ ഏതാണ്ട് ഈ ആശയത്തിൽ വരുന്നു. നിങ്ങൾ നിഷ്കളങ്കമായ തൗബയായി, കാട്ടിക്കൂട്ടുന്നതാകരുത്, ലോകമാന്യത്തിൻ്റെതാകരുത്, നിഫാഖ് കിടക്കുന്നതാകരുത്. നിങ്ങൾ നിഷ്കളങ്കമായ തൗബ. നസ്വഹ എന്ന് പറയുമ്പോൾ ഗുണകാംക്ഷ, അദ്ദീനു അന്നസ്വഹ, ഗുണകാംക്ഷ എന്നൊരർത്ഥവുമുണ്ട്. നിങ്ങള് ഗുണകാംക്ഷയുള്ള തൗബ എന്ന് പറയുമ്പോ ആദ്യത്തെ ഗുണകാംക്ഷ നമ്മളോട് തന്നെയാണ്. എനിക്ക് എന്നോട് തന്നെയുള്ള ഗുണകാംക്ഷയാണ് തൗബ. അതുപോലെ നസ്വഹ എന്ന് പറയുമ്പോ അഴുക്ക് കളഞ്ഞു വൃത്തിയാക്കുക. നസ്വഹ സൗബ, വസ്ത്രം കഴുകുന്നതിന് പറയും. ജീവിതത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ വന്നു പോയിട്ടുണ്ട്. ആ മാലിന്യങ്ങളൊക്കെ ഇതോടുകൂടി കഴുകി വൃത്തിയാക്കണം. പറ്റും നമുക്ക്. അതുപോലെ തുന്നിച്ചേർക്കുക, അതിന്റെ വേറെ അർത്ഥമാണ്. നസ്വാഹത്തു സൗബ്, ടൈലർക്ക് പറയും, തുന്നിച്ചേർക്കുക. പാപമംഗിലമായ ജീവിത നിമിത്തം അല്ലാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ അത് കീറിപ്പോയി, ആ ബന്ധത്തിന് മുറിവേറ്റിരുന്നു. ആ ഭാഗത്തെ വീണ്ടും ചേർത്ത് വെക്കുകയാണ് തൗബ. ആ തൗബ വരണമെങ്കിൽ
നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതില് അല്ലാഹുവുമായിട്ട് മാത്രം ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ വേറെ ആരോടും പറയേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോ ശിർക്ക് തന്നെ വന്നിട്ടുണ്ട്. വളരെ മ്ലേച്ഛകരമായ വ്യഭിചാരത്തോടടുത്തത് സംഭവിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവുമായി മാത്രം ബന്ധപ്പെട്ടതാണെങ്കിൽ അല്ലാഹുവിനോട് തന്നെ പറഞ്ഞു. നമ്മുടെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ മാലോകരറിഞ്ഞാൽ വളരെ പിടക്കായത്, വളരെ ചീത്തയായത് അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവൻ നിറച്ചു വെച്ചിട്ടാണ്. പക്ഷെ അല്ലാഹു അറിയും, നിങ്ങൾക്കും അറിയും, എനിക്കും അറിയും. അതുകൊണ്ട് എത്ര ഭീകരമായ തൗബ, ഇനി അതിലേക്ക് ഞാനില്ല. സംഭവിച്ചു വന്നു പോയി. എന്റെ അടുത്ത് പിശാചിനെ പരാജയപ്പെടുത്തി, ഞാൻ തോറ്റുപോയി റബ്ബേ. ഇനി നിന്നിലേക്കല്ലാതെ എനിക്ക് മടക്കമില്ല, ഞാൻ മടങ്ങുകയാണ്. അങ്ങനെ തന്നെ മനസ്സ്. തൗബ കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ട് അതേ തോന്നിവാസം ആവർത്തിക്കാനല്ല, ഞാനിനി ഒരിക്കലും ചെയ്യുകയില്ല എന്ന ആത്മാർത്ഥമായ പ്രതിജ്ഞ ഉണ്ടെങ്കിൽ അല്ലാഹു പറയാണ്, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. ഇബാദുർ റഹ്മാന്റെ ഗുണഗണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു വന്നപ്പോ പറയാണ്, തൊട്ട് മുമ്പ് പറഞ്ഞ എന്താ? വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖാ സാമാ യുളാഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്റുദു ഫീഹി മുഹാന. അല്ലാഹുവിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചവർ, പടച്ച തമ്പുരാൻ പവിത്രമാക്കിയ മനുഷ്യാത്മാവിനെ കൊന്നുകളഞ്ഞവർ, വ്യഭിചരിച്ചവർ, കൊടും കുറ്റം. അന്ത്യനാളിൽ അവർക്ക് ഇരട്ടിയായിട്ടുള്ള ശിക്ഷ ലഭിക്കും. വളരെ നിന്ദ്യരായിട്ടായിരിക്കും ആ നരകത്തിൽ അവർ. എന്നിട്ട് നോക്കി, കാരുണ്യക്കടലായ റബ്ബ് പറയാ, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹാ. പശ്ചാത്താപിച്ച് മടങ്ങിയവരൊഴികെ. ചിലത് ഈമാനിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട്. അപ്പൊ അവര് ഈമാൻ പുതുക്കി, പിന്നെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തു. ഈ ജാതി തോന്നിയാസൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ കാലത്ത്. എന്നാൽ ഇങ്ങനെ ഒരു മടക്കത്തിന് അവർ തയ്യാറാകുമ്പോ യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകളെയൊക്കെ റബ്ബ് നന്മകളാക്കി മാറ്റും. ഇതിലും വലിയ ഓഫർ എന്താ? വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. ഇതാണ് അവസരം. ഇനി എനിക്ക് കിട്ടാനില്ല എന്ന് വിചാരിച്ചു. മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അവരുടെ അഭിമാനം വ്രണപ്പെടുത്തിയത്, അറിയാതെ സമ്പത്ത് പറ്റിച്ചത്, കൈക്കൂലി വാങ്ങിയത്, ഇങ്ങനെയുള്ളതൊക്കെയാണ് എങ്കിൽ അല്ലാഹു പറയണത്, എന്നോട് ചോദിക്കണതിന് മുമ്പ് അവിടെ അത് തീർത്തു പോരി. അത് സ്വന്തം മാതാപിതാക്കളോടാണ്, ഇണതുണകളോടാണ്, മക്കളോടാണ്, കൂട്ടുകുടുംബങ്ങളോടാണ്, അയൽക്കാരോടാണ്, നാട്ടുകാരോടാണ്. അവരുടെയൊക്കെ അഭിമാനം വ്രണപ്പെടുത്തിയിട്ടുണ്ട് പലരുടെയും. അവരെ കണ്ടെന്നെ പറയാ, എന്റെ അടുത്ത് പറ്റിപ്പോയി. പലർക്കും കഴിയൂല. അല്ലാഹു അനുഗ്രഹിച്ചവർക്കേ കഴിയൂ. കുറെ ആളുകൾക്ക് അതൊരു അഹങ്കാരമായി, അഹങ്കാരികളെ
അങ്ങനെ ചെറുതാക്കാൻ ഞാൻ പോകില്ല. ഓൻ ഏത് തറവാട്ടുകാരനാണ്? ഇന്റെ തറവാട് എത്ര വലിയതാണ്, ഞാൻ എത്ര വലിയ മൂപ്പനാണ്. എന്നിട്ട് ഓനോട് മാപ്പ് വയ്ക്കാൻ പോകും. ഓൻ ഇവിടെ വന്ന് മാപ്പ് വയ്ക്കണം. അങ്ങനെ ആവരുത്. സാമ്പത്തികമായ കാര്യങ്ങളാണ്. മനസ്സിൽ നല്ല ഓർമ്മകളുണ്ട്, ചിലതൊക്കെ അറിയാതെ പറ്റിപ്പോയി, ഓർമ്മയിലുമില്ല, അങ്ങനെയുള്ളതും ഉണ്ടാകും. അങ്ങനെ വരുമ്പോ എനിക്കൊരു സുഹൃത്തുണ്ടായി. അയാള് വില്ലേജ് ഓഫീസറാണ്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. വില്ലേജ് ഓഫീസറാകുമ്പോ ആദ്യമൊക്കെ വളരെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വളരെ കടിച്ചത പുലർത്തും. പിന്നെ ഓരോരുത്തരും കൊടുത്ത് പോക്കറ്റൊക്കെ പൈസ ഇടാൻ തുടങ്ങിയപ്പോ ഇത് തിരക്കടില്ലാന്ന് തോന്നുന്നു. ഇപ്പൊ പോക്കറ്റ് 2 എണ്ണമൊക്കെ വെക്കാൻ തുടങ്ങി. ഒന്നിനു കൊള്ളാതെ ഇതൊക്കെ വാങ്ങി ഇങ്ങനെ കൂട്ടാൻ. ഇതറിഞ്ഞ എന്നെ പോലുള്ള ചില ആളുകൾ പല സന്ദർഭങ്ങളിൽ ഉപദേശിച്ചു, ഇത് ശരിയല്ല, ഗുണല്ല. പക്ഷെ വാങ്ങി 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 അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് തന്നെ തോന്നി ഇത് ശരിയല്ല. പിന്നെ അദ്ദേഹത്തിന്റെ പരിപാടി വാങ്ങിയ ആളുകളെ ഓരോരുത്തരും പോയിട്ട് ചെന്ന് കാണുക, ശമ്പളം കിട്ടും. അപ്പൊ ആളുകൾ പറയില്ല, നിങ്ങള് പാടം നികത്താനല്ലേ തന്നത്, എനിക്കതുകൊണ്ട് ഭൂമിക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയും, എനിക്കൊരു മനസമാധാനത്തിന് നിങ്ങൾ ആ വാങ്ങിയതെങ്കിലും ഇന്ത്യക്ക് തിരിച്ചു വാങ്ങണം. അള്ളാഹു അനുഗ്രഹിച്ച ഒരു അടിമയാണ് അദ്ദേഹം, ഞാൻ പറയാം. ഏറ്റവും ഒടുവിൽ പെൻഷനാകുമ്പോ ഒരു സംഖ്യ കിട്ടുമല്ലോ, ഇത് മുഴുവനോട് എന്നിട്ട് അദ്ദേഹത്തിനോട് പോയി ചോദിച്ചു, എനിക്കിനി അല്ല കൊടുത്തു കൊടുക്കൂലേ? അതാണ് തൗബ. അല്ല കൊടുത്തു കൊടുക്കും. അപ്പോ നല്ല സങ്കടം. അഭിമാനം വ്രണപ്പെടുത്തിയവരെ കാണണം. നേരിൽ പോയി കാണാൻ കഴിയുമെങ്കിൽ ഫോണിൽ വിളിച്ച് പറയണം. നമ്മക്കറിയും ആരൊക്കെ നമ്മൾ വേദനിപ്പിച്ചു. ആ വേദന നാളെ പരലോകത്ത് ഭാരമായി തീരും. ആരൊക്കെ പറ്റിച്ചു നമുക്കറിയും. ആ പറ്റിക്കൽ നാളെ നമുക്ക് ഭാരമായി തീരും. പ്രിയമുള്ളവരെ, ഇതാണ് അവസരം. ജീവിതത്തിലെ ഏറ്റവും ഒടുവിലത്തെ അവസരം. ഒരുപക്ഷേ ഇനി കിട്ടിയെന്ന് വരില്ല. അങ്ങനെയാണല്ലോ നമ്മൾ കരുതേണ്ടത്. കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കി തന്നെ നമ്മൾ പോകണം. അങ്ങനെ ജീവിതത്തിലെ വീഴ്ചകൾ, പോരായ്മകൾ നമ്മൾ പരിഹരിക്കണം. അങ്ങനെ വരുമ്പോ അല്ലാഹു തആല നമ്മുടെ തൗബ സ്വീകരിക്കും. ഇങ്ങനെ നമ്മൾ മാറുമ്പോ അല്ലാഹ്ക്ക് എന്തൊരു സന്തോഷമാണ്. സുൽദ പറയാ, അല്ലാഹ്ക്ക് വളരെ വല്ലാത്ത ആഹ്ലാദമാണ്. അങ്ങനെ ഇന്ത്യക്കത്ത് തിരിഞ്ഞു പോയി ഒരാള് തിരിച്ചു വന്നില്ലേ, ഉപ്പാനോടും ഉമ്മാനോടും കുരുത്തക്കേട് കാണിച്ച്, വാപ്പ മരിച്ചിട്ട് കുരുത്തക്കേട് കാണിച്ച് നാട് വിട്ടുപോയി. എത്രയോ കാലം എവിടെയെന്നറിയില്ല. വാപ്പ മരിക്കുമ്പോ ഉമ്മ കുറെ ഇരുന്ന് കരഞ്ഞു, ഇവനെവിടെ? അതെല്ലാം കഴിഞ്ഞിട്ട് ആ ഉമ്മാന്റെ അടുത്തേക്ക് ഇവൻ താണുപോണ് വരുമ്പോ ആ ഉമ്മ എത്ര സന്തോഷത്തിൽ സ്വീകരിക്കും. അതിന്റെ എത്രയോ 10 മടങ്ങ് ഇരട്ടി സന്തോഷത്തിൽ റബ്ബ് ഞമ്മ. ഇബ്ലീസിന്റെ പണി നമ്മളെ എങ്ങനെയെങ്കിലും നരകത്ത് കൊണ്ടുപോകണമെന്നാണ്. എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് അവരും പട്ടാളോ എന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നൽ അബ്ദ ലയജ്നിബ് വലാ യസാലു നാദിമ ഫയഅഫുല്ലാഹു. ഒരടിമ പലതരം കുറ്റങ്ങൾ ചെയ്യും, അവസാനം ഇവന് കണ്ട് ഖേദിച്ചു മടങ്ങാൻ തുടങ്ങും. അപ്പൊ അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കും. അള്ളി അവനും തമ്മിലുള്ള ബന്ധം ആദ്യത്തേക്കാൾ ഊഷ്മളമാകും. അങ്ങനെ
അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ, പടങ്ങിയ ആൾക്കാർ നന്നായാൽ പിന്നെ കൂടുതൽ സ്നേഹം. അങ്ങനെ വരുമ്പോ ഇബ്ലീസ് ഇരുന്ന് കരയും. റസൂലുള്ളാഹി പറയാണ്, ഇബ്ലീസ് ഇരുന്ന് കരയും. ഈ പഹയാനെ കൊണ്ട് ഈ കുറ്റം ചെയ്യിക്കേണ്ടിയിരുന്നില്ല. ഇവന്റെ ഒരു കരച്ചിലും വിരിച്ചിലും ഒക്കെ ആയിട്ട് ഇവൻ വല്ലാണ്ട് മുന്നോട്ട് പോയത്. ഇവനെ ഇനി എനിക്ക് പിടിക്കാൻ പറ്റാത്ത വിധം അല്ലാഹുവിനോട് അടുത്തവനായി മാറി. സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മൾ ഈ സന്ദർഭത്തിൽ അല്ലാഹുവിനോട് ചോദിക്കുക. എന്ത് നന്മ നമുക്ക് ചോദിക്കാൻ പഠിച്ചവനോട്, ദുനിയാവിലെയും ആഖിറത്തിലെയും. ദുനിയാവിലെ നന്മയും ചോദിക്കുക, നമ്മളെ സങ്കടങ്ങൾ പറയാ. എന്റെ അടിമകൾ നിങ്ങളോട് എന്നെപ്പറ്റി ചോദിച്ചെന്താ, ഞാൻ അടുത്തുണ്ട്, നിങ്ങളുടെ വിളിപ്പുറത്ത് ഞാനുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. അതിനെന്ത് വേണം? ഞാൻ നിങ്ങളോട് ചിലത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ നിങ്ങളും ചെയ്യണം. എങ്കിൽ നിങ്ങൾ സന്മാർഗം പ്രാപിക്കും. അല്ലാഹു നമ്മൾ എത്ര ചോദിക്കണോ ഇഷ്ടമാണ്. ഇപ്പൊ ഈ റമദാൻ മാസമൊക്കെ ആകുമ്പോ വീട്ടിലൊക്കെ പലതരത്തിലുള്ള പിരിവിന് കലക്ഷൻ ആൾക്കാർ കയറി. നേരം നോക്കുമ്പോ സുബൈക്ക് തുടങ്ങും. ഒരു 3-4 എണ്ണം ആകുമ്പോ നമുക്കൊരു കോരമാകും. എന്ത് കഥ, നേരം വെളുത്തപ്പോൾ തുടങ്ങിക്കുന്നത്. അത് ഭംഗം തന്നെ വരികയാണെങ്കിലോ എന്നാ പിന്നെ പറയും ഇതെന്റെ ഒരു എതിർപ്പാണ്. അല്ല, അങ്ങനെ ഒരിക്കൽ വന്നോ തന്നെ, ഒരിക്കൽ ചോദിച്ചോ തന്നെ, വീണ്ടും വീണ്ടും ചോദിക്കുക, നിരന്തരമായി ചോദിക്കുക. അല്ല പറയും, എന്നോടല്ലാതെ ഒരു ആരോടാ ചോദിക്കാനുള്ളത്? അല്ലാഹുവിനോട് ചോദിക്കുക. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നവരുടെ അടയാളമായിട്ട് പഠിച്ച തമ്പനാകട്ടെ. അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. റമദാനിലെ ഏറ്റവും അനുഗ്രഹീതമായ ദിനരാത്രങ്ങൾ നമ്മളെ പ്രയോജനപ്പെടുത്തുക. റബ്ബ് നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവണം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, റബ്ബിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥനയെപ്പറ്റി ഞാൻ പ്രത്യേകം പറഞ്ഞു. റമളാൻ പ്രാർത്ഥനയുടെ കൂടി ഒരവസരമാണ്. അല്ലാഹുവിന്റെ മുന്നിൽ യാചിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ്. നമുക്കൊരുപാട് കാര്യം പറയാൻ. നമ്മുടെ സ്വന്തം കാര്യം, മക്കളുടെ കാര്യം, നാടിന്റെ കാര്യം, മുസ്ലിം ഉമ്മത്തിന്റെ കാര്യമുണ്ട്, നമ്മുടെ ലോകത്തിന്റെ കാര്യമുണ്ട്. എന്തൊരു തരത്തിലുള്ള ലോകമാണ്! എന്താണ് ഇന്നത്തെ ഒരു ചുറ്റുപാട്? ഈ എപ്സ്റ്റീൻ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞ 30 ലക്ഷത്തോളം പേജുണ്ട് എന്നാണ് പറയുന്നത്. ലോക നേതാക്കന്മാർ, ഭരണ രാജാക്കന്മാർ, വലിയ വലിയ പദവിയിലിരിക്കുന്ന കടൽ കിഴവന്മാരുണ്ട്. അവരുടെയൊക്കെ താതോന്നിത്വത്തിന്റെയും തോന്നിവാസത്തിന്റെയും കൂത്താട്ടത്തിന്റെയും ഇങ്ങനെയുള്ള കൂത്താട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നവരാ ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണ് ഈ ലോകം പോവുക? എന്തൊരു നന്മയാണ് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുക? وكذلك جعلنا في كل قرية أكابر مجرميها ليمكروا فيها وما يمكرون إلا بأنفسهم وما يشعرون. അപ്രകാരം നമ്മൾ രാജ്യങ്ങളുടെ അതിന്റെ അധികാര കേന്ദ്രങ്ങളിൽ നമ്മൾ കൊണ്ടുവന്നു ഏറ്റവും കൊടും കുറ്റവാളികളെ. അവർ നടത്തട്ടെ അവരുടെ ഗൂഢാലോചനകൾ.
ഗൂഢപദ്ധതികൾ. പക്ഷേ അതൊക്കെ അവർക്ക് നേരെ തിരിഞ്ഞടിക്കും. ഈ ഗൂഢപദ്ധതികളിൽ ഒരു വലിയ പദ്ധതി, പേജുകളുള്ള വലിയ ഒരു പദ്ധതി എന്താ ചോദിച്ചാൽ, ലോകത്ത് ഉമ്മത്ത് മുസ്ലിമയെ അവരെ നാസ്തികരാക്കണം, നിരീശ്വരവാദികളാക്കണം, ഖുർആനിൽ നിന്ന് ദീനിൽ നിന്ന് അവരെ വഴിതെറ്റിക്കണം. ഇത് ഇന്നോ ഇന്നലെയും തുടങ്ങിയതല്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ അതെല്ലാം ഉണ്ടാകണം. നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മൾ പരസ്പരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ദഅവത്തുൽ മർഇൽ മുസ്ലിം ലിഅഖീഹിൽ മുസ്ലിം മുസ്തജാബത്തു. മുസ്ലിമായ ഒരു മനുഷ്യന്റെ, അയാൾ തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരമുണ്ട്. കുല്ലമാ ദഅാ ലിഅഖീഹി ഖാലൽ മലക്കുൽ മുവക്കൽ ആമീൻ. ഇയാൾ തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഇയാളുടെ കാര്യങ്ങളൊക്കെ റെക്കോർഡാക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നീ നിന്റെ സഹോദരന് വേണ്ടി എന്താണോ പ്രാർത്ഥിച്ചത് അതൊക്കെ നിനക്കുമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് മുന്നിൽ നടന്ന, നമുക്ക് മാർഗദർശികളായ, വഴികാട്ടികളായ, കാട് വെട്ടിത്തെളിയിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർ വലിയൊരു വിഭാഗം റബ്ബിങ്കലെത്തി. ചെറിയൊരു വിഭാഗം ഇന്നും നമ്മോടൊപ്പമുണ്ട്. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളാൽ, രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ, അവരൊക്കെ നമ്മുടെ പ്രാർത്ഥനയിലുണ്ടാകണം. ബഹുമാന്യനായ മമ്മുണ്ണി മൗലവി, നിങ്ങളിൽ അധിക പേർക്കും അറിയാം, കഴിഞ്ഞ ദിവസം വീട്ടില് ചെറുതായിട്ട് വീണ് അദ്ദേഹത്തിന്റെ ഊരക്ക് പരിക്ക് പറ്റി. അപ്പൊ ചെറിയൊരു സർജറി ആവശ്യമുണ്ട്. ഇപ്പോ കൊണ്ടോട്ടി റിലീഫ് ഹോസ്പിറ്റലിലാണ്. ഇന്ന് ജുമയ്ക്ക് ശേഷം സർജറി നടക്കും. ഞാൻ ഇന്ന് രാവിലെ കണ്ടിരുന്നു. പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. റബ്ബ് നമുക്ക് വേണ്ടി അദ്ദേഹത്തിന് പൂർണ്ണമായ ആരോഗ്യവും രോഗശമനവും റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്കൊക്കെ റബ്ബ് ശിഫ നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർ, നമ്മളിൽ പലരുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, അങ്ങനെ പലരും നമ്മുടെ സഹപ്രവർത്തകർ, അല്ലാഹു അവർക്കൊക്കെ മഅ്ഫിറത്തും റഹ്മത്തും നൽകി നമ്മളെയും അവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം കരുവമ്പാറയിൽ ഊര്യാട്ട് പുത്തൻപുരക്കൽ മുഹമ്മദ് മുസ്തഫ എന്ന അള്ളാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്. പഠിച്ച തമ്പുരാൻ അദ്ദേഹത്തിന് മഅ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുഹൃതങ്ങളിൽ മുന്നേറേണ്ടുന്ന ഒരു സന്ദർഭമാണ്. നമ്മുടെ പള്ളികളിൽ ഒക്കെ നോമ്പുതുറകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വേറെയും ധാരാളം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ നല്ല കാര്യങ്ങളിലും നമ്മുടേതായ ഒരു അടയാളപ്പെടുത്തൽ നമ്മൾ ഉണ്ടാകണം. നമ്മുടെ ആപതനുസരിച്ചേ ചെയ്യേണ്ടതുണ്ട്. എത്രയാണോ നമുക്ക് കഴിയാത്ത അതിലൊന്നും നമ്മൾ അസ്വസ്ഥരാവേണ്ടതില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സബക ദിർഹമുൻ മിഅത അൽഫ ദിർഹം. ഇതാ ഒരു ദിർഹം 1,00,000 ദിർഹമിനെ തോൽപ്പിച്ചു മുന്നേറുകയാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അതെങ്ങനെ? റസൂലുള്ളാഹിന്റെ മറുപടി, നിങ്ങളിൽ ഒരാൾ അയാളുടെ വിപുലമായ സ്വത്തുണ്ട്, ധാരാളം സ്വത്തുണ്ട്, അതിൽ നിന്ന് 1,00,000 ദിർഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കും. വേറെ ഒരാള് അയാളടുത്ത് ആകെ 2 ദിർഹമേ ഉള്ളൂ, അതിൽ 1 ദിർഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ അയാൾ ചെലവഴിക്കുന്നു. ആ 1 ദിർഹം അള്ളാഹുവിന്റെ തുലാസിൽ 1,00,000 ദിർഹമിനെ തോൽപ്പിച്ചു മുന്നേറുകയാണ്. അപ്പൊ നമ്മളൊക്കെ ഇൻഫാഖിന്റെ മാർഗത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സമുദായത്തിന് വേണ്ടി, നാടിന് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി
ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മളതായിട്ട് അടയാളപ്പെടുത്തണം. പിന്നെ നമ്മുടെ മസാജിദുകളിലുള്ള ഇമാം മുഅദ്ദിൻ അവരുടെ റിലീഫ് നമ്മൾ നടത്താറുണ്ട്. റിലീഫ് എന്ന് പറഞ്ഞാൽ അവരിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, വല്ലാതെ പ്രയാസപ്പെടുന്നവർ, ആ മസ്ജിദുമായി ബന്ധപ്പെട്ടവരുടെ റെക്കമെൻഡോടുകൂടി വരുന്ന അത്തരം അപേക്ഷകൾ നമ്മുടെ റിലീഫ് സമിതി പ്രത്യേകം പരിഗണിക്കുകയും ഈ ഫണ്ടിൽ നിന്ന് അവർക്ക് വേണ്ടി അവരുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി, കാരണം പള്ളിയിൽ മുഅദ്ദിൻ ഇമാം എന്നൊക്കെ പറയുന്നവരുടെ അവസ്ഥ ഇനിയും നമ്മൾ ഒരുപാട് ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതല്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഫണ്ട് സ്വരൂപിക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഈ വെള്ളിയാഴ്ച അതിനുള്ള ദിവസമാണ്. പുറത്ത് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. സാധ്യമാകുന്നതിന്റെ പരമാവധി നിങ്ങളൊക്കെ അതിൽ സഹകരിക്കണം. അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ സേവന കേന്ദ്രം മഞ്ചേരി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടത്. ഇതിലൊക്കെ നമ്മൾ റമദാനിലാണ് ഫണ്ട് കണ്ടെത്താറുള്ളത്. അപ്പോ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരുങ്ങി വരണം. നന്മയിൽ മുന്നേറുക. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم احينا للكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم ربنا أجرنا من النار. اللهم ربنا أجرنا من النار. اللهم ربنا أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجمعنا في جناتك النعيم. اللهم اجمعنا في جنات الفردوس. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين آمين برحمتك يا ارحم الراحمين. أقم الصلاة.